യാത്രകൾ എളുപ്പമാക്കുന്ന നാടിന്റെ മുഖം മാറ്റുന്ന വികസനം. പക്ഷേ ആ വികസനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകരുത് എന്ന ലളിതമായ സത്യം അധികാരികൾ മറന്നു പോകുമ്പോൾ അവിടെയാണ് യഥാർത്ഥ ജനപ്രതിനിധികൾ ഇടപെടേണ്ടി വരുന്നത്. വടകരയിലുണ്ടായ അനുഭവത്തെ അടിസ്ഥാനമാക്കി വയനാടെത്തിയ ഷാഫി ഉന്നയിച്ച കാര്യങ്ങൾ ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുകയാണ്. ജനങ്ങളുടെ ജീവന് ശബ്ദം നൽകിക്കൊണ്ട് വടകര MP ഷാഫി പറമ്പിൽ പാർലമെന്റിലും പൊതുവേദിയിലും ഉയർത്തുന്ന ആവശ്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ അപകടത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് നമ്മളിന്ന് കാണുകയാണ്. ഇന്നലെയായിരുന്നു വയനാട് മനുഷ്യനിർമ്മിതമായിട്ട് ദേശീയപാതയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അപകടമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഷാഫി അവിടെ എത്തിയത്. വടകരയിലും ഇതുപോലെ വലിയൊരു തർക്ക വിഷയമായിരുന്നത് സോയിൽ നെയിലിംഗ് തന്നെയായിരുന്നു. ഇവിടെയും അതുതന്നെയാണ് വിഷയം. കുന്നടിച്ചും മണ്ണ് വെട്ടിമാറ്റിയും റോഡുകൾ നിർമ്മിക്കുമ്പോൾ ആ മൺതിട്ടകൾ ഇടിഞ്ഞു പോകാതിരിക്കാൻ നീളമുള്ള ഇരുമ്പ് കമ്പികൾ അഥവാ നഖങ്ങൾ പോലെ ഉള്ളവ മണ്ണിലേക്ക് അടിച്ചു കയറ്റി അതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന മിശ്രിതം സ്പ്രേ ചെയ്യുന്ന രീതിയാണിത്. കേൾക്കുമ്പോൾ വളരെ ലളിതവും ആധുനികമായി തോന്നുമെങ്കിലും നമ്മുടെ കേരളത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും ഇത് ഒട്ടും യോജ്യമല്ല. എന്നാൽ ഇവിടെയാണ് ഷാഫി പറമ്പിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോഴുള്ള പ്രാധാന്യം മനസ്സിലാകുന്നത്. വയനാടും ഇതേ രീതിയിൽ തന്നെയാണ് അവർ പണിതത്. അതുകൊണ്ടാണ് ഇന്നലെ ആ വലിയ മണ്ണിടിഞ്ഞുള്ള അപകടമുണ്ടായത്. അതേ രീതി പിന്തുടർന്നതാണ് വയനാട് ഈ ദുരന്തമുണ്ടാകാനുള്ള കാരണം എന്നാണ് അദ്ദേഹം തുറന്നടിക്കുന്നത്. കനത്ത മഴ പെയ്യുന്ന മണ്ണിൽ എപ്പോഴും ഈർപ്പവും നീരൊഴുക്കുമുള്ള കേരളത്തിൽ ഈ സാങ്കേതിക വിദ്യ പൂർണ്ണ പരാജയമാണ് എന്നതിന് വടകരയിലെ കാഴ്ചകൾ തന്നെ തെളിവാണ് എന്ന് അദ്ദേഹം ഇവിടെ തുറന്നു കാണിക്കുകയാണ്. മുക്കാളി, കുന്നിയോർമല തുടങ്ങിയ പ്രദേശങ്ങളിൽ സോയിൽ നെയിലിംഗ് നടത്തിയ പല സ്ഥലങ്ങളിലും ഇതിനകം തന്നെ കനത്ത മണ്ണിടിച്ചിലും ഭിത്തി തകർച്ചയും ഉണ്ടായിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ മണ്ണിലേക്ക് ഇറങ്ങുന്ന വെള്ളം ഈ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കെട്ടിക്കിടക്കുകയും മൺതിട്ടകളുടെ ഭാരം കൂട്ടുകയും ചെയ്യുകയായിരുന്നു. ഒടുവിൽ താങ്ങാനാവാത്ത ഈ വലിയ കോൺക്രീറ്റ് ഭിത്തികൾ പാടെ തകർന്നു വീഴുകയാണ് ഉണ്ടായത്. റോഡിനരികിലെ ഭിത്തികൾ തകരുക മാത്രമല്ല, ആ കുന്നിന്റെ മുകളിലും പരിസരങ്ങളിലും താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകളുടെ അടിത്തറ ഇളകുവാനും ചുവരുകളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുവാനും ഇത് കാരണമായിരുന്നു. സ്വന്തം അധ്വാനം കൊണ്ട് കെട്ടിയുയർത്തിയ വീടുകൾ ഏതു നിമിഷവും തകർന്നു വീഴാം എന്ന ഭീതിയിലായിരുന്നു വടകരയിലെ പല കുടുംബങ്ങളും അവിടെ കഴിഞ്ഞിരുന്നത്. അത് അവരൊരുമിച്ച് യോഗം കൂടി പ്രതിഷേധിച്ച് ആശങ്ക മാറ്റിയെന്ന് ഷാഫി ഇവിടെ തുറന്നു പറയുകയാണ്. ആ അടിസ്ഥാനത്തിലാണ് സോയിൽ നെയിലിംഗ് ഫലപ്രദമായ ഒരു സൈഡ് പ്രൊട്ടക്ഷൻ രീതിയല്ല എന്ന് അദ്ദേഹം വയനാട് എത്തിയപ്പോൾ തുറന്നടിച്ചത്. ഇതിന് പകരമായി മറ്റൊരു മാർഗവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പരമ്പരാഗതവും എന്നാൽ ഏറെ സുരക്ഷിതവുമായ കോൺക്രീറ്റ് റീറ്റൈനിങ് വാളുകൾ നിർമ്മിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മൺതിട്ടയുടെ താഴെ നിന്നും കൃത്യമായ അടിത്തറയോടുകൂടി പണിത റീറ്റൈനിങ് വാളുകൾക്ക് മാത്രമേ നമ്മുടെ നാട്ടിലെ മണ്ണിടിച്ചിലിനെ ശാശ്വതമായിട്ട് പ്രതിരോധിക്കാൻ കഴിയൂ. വികസനം എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാകണം, അല്ലാതെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടാകരുത്. വയനാട്ടിൽ സംഭവിച്ച ഈ പാളിച്ചയെക്കുറിച്ച് സമഗ്രമായ സാങ്കേതിക പരിശോധന നടത്തണമെന്നാണ് ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുന്നത്. ഇത് അശാസ്ത്രീയമായ ദേശീയപാത വികസനം നടത്തുന്ന കേന്ദ്രത്തിന് മുന്നിൽ ഷാഫി വയ്ക്കുന്ന ഒരു നിർദ്ദേശം കൂടിയാകുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ചേർക്കുന്നുണ്ട്, കാണാം. എനിക്ക് കണ്ടതിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന സൈഡ് പ്രൊട്ടക്ഷൻ ടെക്നോളജി അതൊരിക്കലും കേരളത്തിന് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം നിങ്ങൾ ആ സൈഡിൽ ഇപ്പം വടകരയിൽ ദേശീയപാതയുടെ സൈഡിൽ മുക്കാളിയിലും ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ട്, കുന്നിയോർമലയിൽ വടകരയിൽ ദേശീയപാതയുടെ സൈഡിലുള്ള ഉയരത്തിൽ പോലും ഈ സോയിൽ നെയിലിംഗ് ചെയ്യുന്നിടത്ത് അത് മുഴുവൻ ഒന്നിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക. അപ്പം അവിടെ അന്ന് പരിശോധന നടത്തി IIT ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് അത് പരിശോധന നടത്തിയിട്ട് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, പകരം കോൺക്രീറ്റിന്റെ നോർമൽ സ്ട്രെങ്ത്തുള്ള റീറ്റൈനിങ് വാൾ വേണമെന്നുള്ളതാണ് ദേശീയപാത സൈഡിൽ പോലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും നിങ്ങൾ വാർത്ത കണ്ടു, ഒന്നിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക. ഇത്ര 12 മീറ്ററോ മറ്റോ ഉള്ള ഇരുമ്പ് കമ്പികൾ പിന്നെ ഇതിന്റെ ബലത്തിന് വേണ്ടി ഉള്ളിലേക്ക് അടിച്ചു കയറ്റി ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ആ സൈഡിൽ പാളികൾ പൊളിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അത് സോയിൽ നെയിലിംഗ് ആണോ? അപ്പോൾ അവർ സോയിൽ നെയിലിംഗ് ആണ്. സോയിൽ നെയിലിംഗ് നമ്മുടെ മണ്ണിനോ നമ്മുടെ പ്രകൃതിക്കോ കാലാവസ്ഥക്കോ ചേർന്ന ഒന്നല്ല. അവിടെ വടകരയിലെ വീടുകൾക്ക് പോലും കേടുപാടുകൾ ഉണ്ടായി, മൊത്തം ഇടിഞ്ഞു വീണു. ദേശീയപാതയുടെ പിന്നെ സൈഡ് പ്രൊട്ടക്ഷൻ പല സോയിൽ നെയിലിംഗ് ചെയ്തെടുത്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക. ഇനി സോയിൽ നെയിലിംഗ് വേണ്ടാന്ന് അവിടെ യോഗം കൂടി ഞങ്ങൾ തീരുമാനിച്ച് അവിടെ ജനങ്ങൾ സമരം നടത്തി ഇപ്പം റീറ്റൈനിങ് വാൾ, സൈഡ് പ്രൊട്ടക്ഷൻ സ്ട്രെങ്ത് ഉള്ള റീറ്റൈനിങ് വാളാക്കി മാറ്റേണ്ടി വരും. അപ്പം ഇത്രയും വലിയ ഒരു സ്ഥലത്ത് അങ്ങനെ സോയിൽ നെയിലിംഗ് മതി എന്ന് തീരുമാനിച്ച് അതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് കോമ്പറ്റൻസ് സർക്കാരിലെ എഞ്ചിനീയറാണ് അതിൻ്റെ എഞ്ചിനീയറിംഗ്
നെയിലിംഗ് തന്നെ അതിന്റെ ശാസ്ത്രീയമായ രീതിയിലല്ല ചെയ്തത് എന്നുള്ള ആക്ഷേപവും വരുന്നുണ്ട്. കാരണം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതല്ലല്ലോ ഇപ്പൊ പറയേണ്ടത്. ഞാൻ പറയേണ്ട ആളും ഞാനല്ല. അത് ടെക്നിക്കലായിട്ടുള്ള പരിശോധനകൾ നടക്കട്ടെ, അത് അപ്പോഴാണ് പറയേണ്ടത്. പക്ഷെ ദേശീയപാത നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് സോയിൽ നെയിലിംഗ് ചെയ്തൊക്കെ എവിടെയാണോ വടകര പ്രദേശത്ത് കണ്ടത്, അവിടെ അത് നിൽക്കുന്നില്ല. അവിടെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക. ഇപ്പോൾ കുന്നിയോറ മലയിലൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്ത സ്ഥലത്ത് അത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് അതിന്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ കൂടെ ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വന്നു. കാരണം അവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. അവരെ മാറ്റി താമസിപ്പിച്ച് അവർക്ക് ഇത്രയും വാടക കൊടുത്ത് അവരുടെ സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ട് വരിക. മുക്കാലിയിൽ ഇത് മൊത്തം ഭിത്തി പോലെ പൊളിഞ്ഞ് റോഡിലേക്ക് വീണു. അതിന്റെ ഓപ്പോസിറ്റ് സൈഡും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണു. അപ്പം സോയിൽ നെയിലിംഗ് എന്നുള്ളത് വടകരയുടെ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇതിന് നമുക്ക് ചേർന്നതായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് തോന്നിയിട്ടില്ല. പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ സോയിൽ നെയിലിംഗിന്റെ പ്രശ്നവും മറ്റു പല പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതുൾപ്പെടെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ്. ദേശീയപാതയുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധന നടത്തണം എന്നുള്ളത് ഈ കാലങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം പിന്നെ ശ്രീ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ PAC കമ്മിറ്റി കൂടി വന്നിട്ട് തന്നെ അതിനകത്തുള്ള പാളിച്ചകൾ കൂടി ഞങ്ങൾ അവിടെയും ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത് വലിയ അപകടമാണ്. അതിന്റെ മേലെ താമസിക്കുന്ന ആളുകൾ, അതിന്റെ അടിയിൽ വണ്ടി പോകുന്ന ആളുകൾ, യാത്രക്കാരായിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ പ്രശ്നം വരില്ലേ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ടെക്നിക്കലി ആ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകളുമാണ് സംസാരിക്കേണ്ടത്. സോയിൽ നെയിലിംഗ് ആസ് സച്ച് അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റീറ്റെയിനിങ് അല്ല എന്നുള്ളത് അനുഭവം കൊണ്ട് പറയുന്നതാണ്. ബാക്കി ഇവിടെ സംഭവിച്ചതോ പോരായ മറ്റു കാര്യങ്ങൾ പറയേണ്ട ആൾ ഞാനല്ല. അത് ടെക്നിക്കലി പരിശോധിച്ച ശേഷം മാത്രം കമന്റ് ചെയ്യേണ്ട കാര്യമാണ്.